ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 ടോപ്പിക്സാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെപ്റ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് പേഴ്സൺ ഒരു എൻറ്റിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളുമായിരിക്കാം. അയാൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ ക്രെഡിറ്റിന് മേടിക്കുന്നു. അതായത് പൈസ കടം മേടിച്ചിട്ട് സാധനങ്ങൾ മേടിക്കുന്നയാളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റർ എന്ന് പറയുന്നതും ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ ഇല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസസോ ആയിരിക്കും. ഇയാൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ ഡെപ്റ്റിന് കൊടുക്കുന്നു. അതായത് കടം കൊടുക്കുന്നയാളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്രെഡിറ്റർ എന്ന് പറയുന്നു. കടം മേടിക്കുന്നയാൾ ഡെപ്റ്ററും ഈ കടത്തിന് പൈസ കൊടുക്കത്തില്ലേ, അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായിരിക്കുന്നു? ഞാൻ ഡെപ്റ്റർ. ഞാനാട്ടോ മേടിച്ചയാൾ. അപ്പം ഞാൻ ഡെപ്റ്ററും നിങ്ങൾ എനിക്ക് തന്നു, അതുകൊണ്ട് നിങ്ങൾ ക്രെഡിറ്ററുമായിരിക്കും. ഇനി അടുത്തത് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള കുറച്ച് ചരക്കുകൾ ഇല്ലെങ്കിൽ ഇൻവെൻട്രീസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ്ങിലും ഉണ്ടായിരിക്കും, ഓപ്പണിങ്ങിലും ഉണ്ടാകും. അതായത് കുറേ അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവുമല്ലോ, അതായത് വിറ്റ് തീരാത്ത ചരക്കുകൾ. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്ലോസിങ്. അവസാനം, അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ തീരാൻ പോവുക, എന്നിട്ട് നമ്മൾ സ്റ്റോക്കുകൾ വിറ്റ് തീർത്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഇനി നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷന് തുടങ്ങുന്നു, ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്നല്ലോ, ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ഇനി അടുത്തത് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിലവുകൾക്ക് മുകളിലായിരിക്കണം നമ്മുടെ വരുമാനം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഗെയിൻ. ഗെയിനും പ്രോഫിറ്റും തമ്മിൽ മാറിപ്പോരുത്. ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിനിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വർഷത്തിൽ 1-2 ഒക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂവും പ്രോസസ്സാണ്, അത് തന്നെ പിന്നെ നടന്നുകൊണ്ടേയിരിക്കും. ഒന്നിലെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ലോസ് ആയിട്ട്. പക്ഷേ ഗെയിൻ എന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മളൊരു മെഷീനറി എടുത്ത് വിറ്റു, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാൻഡ് എടുത്ത് വിറ്റു, അന്നേരം നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടി, അതിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോസ്. ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റിന് നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്ക് ഈ ബിസിനസ്സിലുണ്ടായത് എക്സ്പെൻസസ് ആണ് കൂടുതലുണ്ടായത്, ഏതിനേക്കാളും? റവന്യൂവിനേക്കാളും. അതിനെ നമ്മൾ